ഇറാനുമായുള്ള എല്ലാവിധ വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെച്ച് UAE. ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ വൈകിട്ട് രാജ്യത്തിന് നേരെ വീണ്ടും മിസൈൽ ആക്രമണ ശ്രമം നടന്നതിന് പിന്നാലെയാണ് UAEയുടെ നടപടി. മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്കും ആക്രമണം വൻ തിരിച്ചടിയായി. ഇന്ധനവില 3 ആഴ്ചക്കിടെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. മേഖലയിലെ സമാധാനവും സുരക്ഷയും തകർക്കുന്ന തരത്തിൽ തർക്കങ്ങൾ രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇറാനുമായി എല്ലാവിധ വാണിജ്യ സാമ്പത്തിക ഇടപാടുകൾക്കും വിലക്കേർപ്പെടുത്താൻ UAE വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. ഇറാൻ മിസൈലുകൾ ലക്ഷ്യമിട്ടത് UAE കപ്പൽ സഞ്ചാരത്തെയാണെന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. രാജ്യത്തിന്റെ സമുദ്ര ഗതാഗതത്തിന് ഭീഷണിയുണ്ടായാൽ ശക്തമായി പ്രതിരോധിക്കും എന്നും UAE വ്യക്തമാക്കി. പിന്നാലെ വ്യോമസേനയുടെ കരുത്തും കാര്യക്ഷമതയും പ്രതിരോധ ശക്തിയും പ്രകടമാക്കുന്ന വീഡിയോയും UAE പുറത്തുവിട്ടു. അതേസമയം ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്നാണ് ഇറാന്റെ വാദം. അതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് ഉയർന്ന പ്രചാരണങ്ങളും ആരോപണങ്ങളും വിദേശകാര്യ മന്ത്രാലയത്തിലെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ അഫ്ര അൽ ഹംലി തള്ളി. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാൻ ചർച്ചകളിലൂടെയും സഹകരണത്തിലൂടെയും മുന്നോട്ടു പോകാനാണ് UAE ആഗ്രഹിക്കുന്നത് എന്നും, എന്നാൽ രാജ്യാന്തര സാമ്പത്തിക ഭദ്രതയും നിയമങ്ങളും പാലിക്കാൻ രാജ്യം ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്കും ആക്രമണം വൻ തിരിച്ചടിയാണ് നൽകിയത്. ഇറാനുമായി യാതൊരുവിധ ചർച്ചകളും തൽക്കാലം നിശ്ചയിച്ചിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് അടച്ചിടും എന്ന നിലപാടിൽ ഇറാനും ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ ഊർജ്ജ വിതരണം തടസ്സപ്പെടും എന്ന ആശങ്ക ലോകമെങ്ങും ശക്തമായി. രാജ്യാന്തര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $91 മുകളിലെത്തി. CP വിപിൻ ദാസ്, അമൃത ന്യൂസ്, അബുദാബി.